ആശീർവാദവും ഞങ്ങൾക്ക് മേടിച്ചു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് നദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ആ ദുരാശിക്കാരാ വരിതിക്ക് തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാ എന്റെ ഹൃദയം അർപ്പിക്കുന്നു. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവേ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ പാർവിടമേ. സ്വർഗ സുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ. സ്വർഗ സുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ. തേജസ്സിന്റെ വസ്ത്രമുരിഞ്ഞ് തന്നെ താഴ്ത്തിയോനെ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. തേജസ്സിന്റെ പൂർണ്ണമായി ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്ക് യോഗ്യനായി കുഞ്ഞോട് നീ അറുക്കപ്പെട്ടു. തിരുരക്തമെന്നെ വിലയ്ക്ക് വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. രാജാധിരാജാവായി ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. കർത്താതി കർത്താവായി തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവേ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് യാഗമായി നമ്മളെ തന്നെ ഇന്ന് രാത്രി സമർപ്പിക്കാം ദൈവമക്കളെ. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും അർപ്പിക്കാം ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആശ്വാസം, ഏറ്റവും വലിയ സമാധാനം. ആ താതന്റെ മാർവിടത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ്
നമുക്ക് വേണ്ടി ഹല്ലേലൂയ മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ആയതുകൊണ്ട് അവനും അങ്ങനെ തന്നെ ആയിത്തീർന്നു. ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമാക്കിയ കർത്താവിനെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി നമുക്ക് തന്നെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ ആ സമാഗമന കൂടാരത്തിന്റെ ഹല്ലേലൂയ ഒരു ലാംപ് സ്റ്റാൻഡിനെ കുറിച്ചാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ മേലിൽ നിറങ്ങും. ഹല്ലേലൂയ. ഓ റിക്കോ റസ്യ ഞാൻ വചനം വായിക്കുന്നു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 8:2 പറയുന്നു, ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിന്റെ മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണം എന്ന് അഹരോനോട് പറയുക. എന്നോട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കിയും ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഹല്ലേലൂയ. നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണാം, ഈ കർത്താവ് 7 നിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. 7 നിലവിളക്ക് നമുക്കറിയാം, സഭയുടെ ഹല്ലേലൂയ നാഥനായി സഭയുടെ തലവനായി കർത്താവ് നിൽക്കുകയാണ്. സംഖ്യാപുസ്തകത്തിൽ അവിടെ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ നിലവിളക്കിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നതാണ് ആദ്യത്തെ വചനം നമ്മൾ വായിച്ചത്. ദൈവമക്കളെ, നമുക്കറിയാം പുതിയ സൃഷ്ടിയായ നമ്മളിൽ ഹല്ലേലൂയ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാനാണ് നമ്മുടെ മേൽ ഈ രക്ഷ വന്നത്. ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ വന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:14 പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വെളിച്ചമത്രേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തികളുടെ വ്യാപാരം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയന്ന് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവമക്കളെ, നമ്മൾ അറിയണം, നമ്മുടെ ഉള്ളിൽ കർത്താവ് കത്തിച്ച ഒരു വലിയ ഗ്ലോറി ആധാരമീസ്യ, ദൈവത്തിന്റെ വലിയ ഒരു പ്രകാശം, ദൈവത്തിന്റെ വലിയൊരു ഗ്ലോറി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ആക്ച്വലി നമ്മൾ ഒരു ഇരുട്ടിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കയറുമ്പോൾ നമ്മൾ ഹല്ലേലൂയ അവിടെ പ്രകാശം പരത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിലവിളക്കും അതിന്റെ വിശദമായ മറ്റെല്ലാത്തെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുമ്പോൾ 7 വിളക്കുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അവൻ മോശയ്ക്കും വ്യക്തമായ കൽപ്പനകൾ നൽകി. നമുക്കറിയാം 1 തിമോഥെയോസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, നിങ്ങളുടെ പിതാവായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. മഹത്വം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് 104-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ മഹത്വം നിറഞ്ഞവനും പ്രകാശത്തെ സ്വയം ധരിച്ചിരിക്കുന്നവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ പ്രസന്റേഷൻ വെച്ച് ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മളെ ലോകത്തിന്റെ വെളിച്ചമാക്കി കർത്താവ് വെച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് വിളക്ക് കത്തിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇരുട്ടിന്റെ പ്രഭുവിന്റെ അവന്റെ എല്ലാ ശക്തികളുടെ മേലും ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ നമ്മളെ നമ്മളെ പഠിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ നമ്മുടെ ഉയരത്തിൽ ഹല്ലേലൂയ സ്വർഗ്ഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കാൻ. That means we are above the principalities and dark powers. We are seated above. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിന്റെ ശക്തികളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മളിലുള്ള പ്രകാശം നമ്മളിൽ നിന്ന് പ്രകാശിക്കുമ്പോൾ ആ ഇരുട്ട് നീങ്ങിപ്പോവും. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകം 35:14 നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ളത്, പരിശുദ്ധാത്മാവ് ആ വിളക്കിന്റെ എണ്ണയെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും മഹത്വത്തിന്റെ ആത്മാവിനെ കുറിച്ചുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നമുക്കറിയാം സമാഗമന കൂടാരം മോശയോട് പറഞ്ഞപ്പോൾ അതിനകത്തുള്ള ഓരോ യൂട്ടൻസിൽസും ഹല്ലേലൂയ എല്ലാം
വിശുദ്ധമാണ്, ഏറ്റവും വിലയേറിയതാണ്. ഹല്ലേലൂയ. ആ നിലവിളക്ക് ഹല്ലേലൂയ മേൽ തൊട്ട് അടി വരെ അത് ഒറ്റ അടിച്ച് പണിയതായിരുന്നു. അതായത് നമ്മൾ പഠിക്കാൻ പോവാ, ഒരു സെറ്റ് ഓഫ് ഗോൾഡ് എടുത്തിട്ട് അതിനെ അടിച്ചടിച്ചടിച്ച് അതിൽ നിന്ന് ഒരൊറ്റ ലാമ്പ് സ്റ്റാൻഡ് ആയിട്ട് മെനോറയായിട്ട് ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് അത്രയും വാല്യുബിൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും പ്രകാശമുണ്ട്. ഞാനിങ്ങനെ ഒരു ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിൽ എത്രമാത്രം ഗ്ലോറി ഉണ്ടോ, നമ്മൾ എത്രത്തോളം ഗ്ലോറി വഹിക്കുന്നവരാണ്, എത്ര വെയിറ്റ് ഉണ്ട്, ദൈവത്തിന്റെ പ്രസൻസ് നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ചുറ്റും ആ ഗ്ലോറി നമുക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നവർക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതില് ഒരു ദേവദാസൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലത്തേക്ക്, എനിക്ക് പണ്ട് ഞാൻ കേട്ട ഒരു ടെസ്റ്റിമണിയാണ്, ഞാൻ നിങ്ങളോട് ഇപ്പൊ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. ആ ദേവദാസൻ നമുക്കറിയാം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ട്രെയിനിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വേറൊരു അഭിഷിക്തൻ അവിടെ വന്നിട്ട് പറയുകയാണ്, അഭിഷിക്തനെ നിങ്ങളുടെ ചുറ്റും വലിയൊരു തേജസിന്റെ വലയം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം ഗ്ലോറി ക്യാരി ചെയ്യുന്ന അത്രത്തോളം ദൈവത്തിന്റെ വലിയ പ്രകാശം, ആ ഗ്ലോറി നമ്മളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ യെശയ്യാവ് 60:1 മുതൽ 3 വരെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, നമ്മളിലുള്ള മഹത്വം നമ്മളെ തേജസ്സായിട്ട് ഹല്ലേലൂയ ജാതികളുടെ നടുവിൽ നമ്മളെ തേജസ്സാക്കി കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ഹല്ലേലൂയ അതിന്റെ ഓരോ ശാഖകളും ബദാംബു നമുക്ക് അവിടെ കാണാം, അവിടെ കിണ്ണങ്ങളുണ്ട്, മുകുളങ്ങളുണ്ട്, ഇതളുകളുണ്ട്, ഇതെല്ലാം ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ കർത്താവ്, നമ്മള് എഫേസ്യ ലേഖനം 2:10 പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നാം അവന്റെ കൈപ്പടിയായി സൽപ്രവർത്തികളായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിലവിളക്കിന്റെ മാതൃകയെ രൂപകൽപ്പനയെല്ലാം ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അതനുസരിച്ചിട്ടാണ് ഹല്ലേലൂയ ഈ നിലവിളക്ക് പണിതിരിക്കുന്നത്. അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. ഇപ്പൊ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളുക. ഹല്ലേലൂയ. അതിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം. And thou shalt make a candlestick of pure gold, of beaten work shall the candlestick be made. His shaft and his branches, his bowls, his knobs and his flowers shall be of the same. And 6 branches shall come out of the sides of it. 3 branches of the candlestick out of the one side, and 3 branches of the candlestick out of the other side. 3 bowls made like unto almonds, with a knob and a flower in one branch, and 3 bowls made like almonds in the other branch, with a knob and a flower. So in the 6 branches. കാണാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ്, കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഇപ്പൊ കാണാമോ? And thou shalt make a candlestick of pure gold, of beaten work shall the candlestick be made. His shaft and his branches, his bowls, his knobs and his flowers shall be of the same. And 6 branches shall come out of the sides of it. ആർക്കാ കാണാൻ പറ്റത്തെ? സിസ്റ്റർ മാത്രം കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്താണല്ലോ. ഒരു മിനിറ്റ് ഇപ്പൊ കാണാമോ? ഇല്ല, സിസ്റ്റർ മാത്രമേ കാണാവൂ. ആണോ? ഓക്കെ, അത് കുഴപ്പമില്ല, അത് പിന്നെ നമുക്ക് ഇട്ടാ മതി. ഇപ്പം ശുശ്രൂഷിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ അതിന്റെ ഓരോ പാട്ടായിട്ട് ഞാൻ എന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇട്ടുതരാം, ബൈബിൾ ക്ലാസ് പോലെ, കേട്ടോ? അപ്പം അത് മതി. ഓക്കെ. അപ്പൊ നമ്മള് ടാബർനാക്കിളിലേക്ക് അകത്ത് കടക്കുമ്പോ ആദ്യം കാണുന്നത് നമ്മള് താമ്ര യാഗപീഠമാണ്.
പിന്നെ കാണുന്നത് പിച്ചള തൊട്ടിയാണ്. അപ്പൊ അത് കാണിക്കുന്നത് ക്രൂശിന്റെ ചുവടാണ്. അവിടെയാണ് യാഗമൃഗങ്ങളെ അറക്കാൻ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ നിരപ്പ് പ്രാപിക്കുന്നത് ഇവിടെയാണ്. ദൈവസന്നിധി വന്ന് നമ്മള് എന്താ പറയുക, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മള് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നത് ഇവിടെയാണ്. അതിന്റെ കാൽവരി ക്രൂശിന്റെ ചിത്രമാണ് ഈ പിച്ചള തൊട്ടിയിലെ വെള്ളം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ആക്ച്വലി വചനത്തെ കാണിക്കുന്നു. വചനം നമ്മൾ കേട്ട് നമുക്ക് മാനസാന്തരം വന്ന് നമ്മൾ പാപങ്ങൾ കഴുകൽപ്പെടുന്നതാണ് ആ ഭാഗം കാണുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പിച്ചള തൊട്ടി കാണുന്നത്. അവിടെ കാലുകൾ കഴുകുക, നമ്മുടെ കൈ കാലുകൾ അവിടെ കഴുകുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. അവിടെ 3 ഉപകരണങ്ങൾ നമുക്ക് കാണാം. അതിലെ റൈറ്റ് സൈഡില് കാഴ്ചയപ്പത്തിന്റെ മേശ കാണാം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മുടെ മെനോറ ലാമ്പ് സ്റ്റാൻഡ് കാണാം. പിന്നെ ധൂപ കലശം നമുക്ക് കാണാം. ഈ അപ്പം നമ്മളെ കാണിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. അവിടെ നമുക്ക് 12 അപ്പത്തെ കാണാം. ആ 12 അപ്പത്തെ പ്രതിനിധീകരിക്കുന്നത് 12 ഗോത്രത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ കാണുന്ന സ്വർണ്ണ ധൂപം നമുക്ക് കാണാം. ആ ധൂപം കാട്ടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. അവിടെ ആ ചിത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് അവിടെ 4 വിധ സുഗന്ധ കാര്യങ്ങളാണ് അവിടെ ഒരേ അളവിൽ ഒരുമിച്ച് പൊടിച്ചാണ് അതിനകത്ത് സുഗന്ധ ദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യും. അത് പുറപ്പാട് പുസ്തകം 30-ന്റെ വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 30-ന്റെ ഹല്ലേലൂയ 34-ഉം 35-ഉം വായിക്കുമ്പോൾ യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറും പശ, ഗുൽഗുലു, ഹൽബാനം പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗം ആക്കണം. ഹല്ലേലൂയ. അതാണ് ഈ 4 കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് പൊടിച്ചാണ് അതിനകത്ത് ധൂപകലശമായി ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ആ ധൂപമായി പുകയുന്നത് അത് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നു. മരണം അത് നമ്മുടെ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ വേർപാട് ജീവിതം, നമ്മുടെ വചനം അനുസരിച്ചുള്ള ജീവിതത്തെ ഒക്കെ കാണിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ മരണം, കർത്താവിന്റെ മരണത്തെ കാണിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ യാഗത്തെ അത് കാണിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ എന്താണ്, നമ്മുടെ ഓൾഡ് മാൻ അവിടെ മരിച്ചു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. പിന്നെ അതിനെന്താണ് കാണിക്കുന്നത്? പുനരുത്ഥാനം, കർത്താവിന്റെ ഉയർപ്പിനെ അവിടെ കാണിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ സ്വർഗാരോഹണം. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് വേണം ആ സുഗന്ധമായി അവിടെ കത്തിക്കാനെന്ന് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഈ വിശുദ്ധ സ്ഥലത്ത് നമ്മുടെ 3ാമത്തെ ഉപകരണമാണ് നമ്മൾ എഫെസ്യ ലേഖനം 2:7 പഠിച്ചാൽ അവിടെ എങ്ങനെ എഴുതി, we are seated in the heavenly places. നമ്മൾ ഫിസിക്കലി ഈ ഭൂമിയിലാണെങ്കിലും നമ്മൾ സ്വർഗ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഹല്ലേലൂയ വിശുദ്ധ ആ സ്ഥലത്തെ കുറിച്ച് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഹല്ലേലൂയ. ഈ നിലവിളിക്ക് എപ്പോഴും കത്തിക്കണം. നമ്മൾ സാധാരണ കേൾക്കുക കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്, കാൻഡിൽ സ്റ്റിക്ക് അല്ല. കാൻഡിൽ സ്റ്റിക്ക് ശരിക്കും അത് തന്നെ എരിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഈ സമാഗമന കൂടാരത്തിനകത്തുള്ള ഹല്ലേലൂയ ഈ ലാമ്പ് സ്റ്റാൻഡ്, മെനോറ ലാമ്പ് സ്റ്റാൻഡ്, ഹല്ലേലൂയ അത് എപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ കത്തുകയുള്ളൂ. ഹല്ലേലൂയ. അതെന്താണ്? നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ മാത്രമേ നമ്മളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടത്തുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു നമ്മൾ ഇരുട്ടിന്റെ അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മളാകുന്ന ഹല്ലേലൂയ ഉള്ളത്തിൽ ഹല്ലേലൂയ എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അവിടെ മൊത്തം അവിടെ കർത്താവ് പറയുന്നുണ്ട് ഒരു എന്താ പറയാ 56.6 കിലോഗ്രാം ഗോൾഡ് ആണ് അവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഗോൾഡിന്റെ ഒരു കട്ടി എടുത്തിട്ട് അതിനെ അടിച്ചടിച്ച് എത്ര
എത്രയോ വട്ടം അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇതെല്ലാം കണക്റ്റഡ് ടു ക്രൂസിഫിക്കേഷൻ. കർത്താവിന് 40-ൽ കുറയാതെ 39 പ്രാവശ്യം കർത്താവിന്റെ ശരീരം അടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ നിണത്തിൽ നിന്ന് ഒഴുകിയ രക്തത്താലാണ് ഹല്ലേലൂയ നമ്മുടെ പാപമോചനം നമുക്ക് ലഭിച്ചത്, നമുക്ക് റിഡംഷൻ ലഭിച്ചത്, നമുക്ക് നീതീകരണം ലഭിച്ചത്, നമുക്ക് ഈ രക്ഷ ലഭിച്ചത്. ഹല്ലേലൂയ. ഇത് കൊണ്ട് ഒറ്റ അടിപ്പ് പണിയായിരിക്കണം. ഹല്ലേലൂയ. അതിന്റെ എത്രമാത്രം സ്കിൽഫുൾ വർക്കാണ് ഈ മെനോറ ലാമ്പ് സ്റ്റാൻഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഹല്ലേലൂയ. എന്നാലും എത്ര ആ ഒരു സ്വർണ്ണ കട്ടിയെ അടിച്ചടിച്ചടിച്ചാണ് ഈ ഒരൊറ്റ ഈ ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ ഒരുപാട് മർമ്മങ്ങളുണ്ട് ദൈവമക്കളെ. ഈ ഒരൊറ്റ പ്രോസസ്സ് എന്താ പറയാ, ഈ തങ്കക്കട്ടി ഒരു ഇത്രയും പ്രാവശ്യം അടിച്ചത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള. അതിൽ നമ്മൾ മെനോറ സ്റ്റാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് തണ്ടുണ്ട്, ബദാം പൂക്കളുണ്ട്, എന്താ പറയാ അതിന്റെ കുമിളുണ്ട്, ദാറ്റ് മീൻസ് അതിന്റെ ബഡുണ്ട്, അതിന്റെ മൊട്ടുണ്ട്, അത് പൂ വിരിയുന്നതുണ്ട്, അത് കായ്ക്കുന്നതുണ്ട്. ഹല്ലേലൂയ. എന്താണ് അത് കാണിക്കുക? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. എന്റെ യേശു കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഹല്ലേലൂയ അതുരസ്യ നമുക്ക് ഉയർപ്പിൽ ആ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വന്നത്. അല്ല, നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്, ആ റിഡംഷൻ, ആ രക്ഷ നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ആ 25-ന്റെ 33-ാമത്തെ വാക്യം, എക്സോഡസ് 25. ഹല്ലേലൂയ. അതിന്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവായി ബദാം പൂ പോലെ 3 പുഷ്ടപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്ടപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്ക് അങ്ങനെ തന്നെ വേണം. ഹല്ലേലൂയ. വിളക്ക് തണ്ടിലോ മുട്ടുകളോടോ പൂക്കളോടോ കൂടിയ ബദാം പൂ പോലെ 4 പുഷ്ടപുടം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഓ റീകാര സീകാര വരിതികെ റസ്യാന്തര. അപ്പം അങ്ങനെ ഹല്ലേലൂയ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 7 ശിഖരങ്ങൾ, 7 എപ്പോഴും കാണിക്കുന്ന എന്താണ്? ഫുൾനെസ് ഓഫ് ഗോഡ്സ് നമ്പർ ആണ്. ദൈവത്തിന്റെ ആ പെർഫെക്ഷനെ കാണിക്കുന്നു. എന്തിനാണ് കർത്താവ് ബദാം ശാഖയും പൂവും പുഷ്പങ്ങളും കായ്കളും ഇതുപോലെ വേണമെന്ന് പറയാൻ കാരണം എന്താണ് ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മുടെ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ നമ്പേഴ്സ്, ഹല്ലേലൂയ, അതിന്റെ 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ എന്താ പറയാ, അഹരോനും മോശയ്ക്കും വിരോധമായി, പുരോഹിതത്തിന് വിരോധമായി ഹല്ലേലൂയ ജനം ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി. സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, ഈ മത്സരികൾ അടയാളമായി കർത്താവ് പറഞ്ഞു എല്ലാവരും അവരവരുടെ ഗോത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് വടി അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവർ പറഞ്ഞു ആ തളർത്തുന്ന വടി ആരുടെ വടിയാണോ തളർത്തുന്നത് അവരായിരിക്കും പുരോഹിത ശുശ്രൂഷയ്ക്ക് കർത്താവ് തെരഞ്ഞെടുത്ത പുരോഹിതൻ. ഹല്ലേലൂയ. ഓ റിക്കോ റസി ഖാരാബ. അപ്പം ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ബദാം കൊമ്പുകൾ മുറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആ കൊമ്പുകൾ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചു. ഓരോ ബദാം കൊമ്പുകളിലും അവരുടെ പേരുകളുണ്ട്. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ആ മുറിച്ചെടുത്ത കൊമ്പുകൾക്ക് അത് തളർത്തു, പൂത്തു, ഫലം കായ്ച്ചിരുന്നു. അത് അഹരോന്റെ വടിയായിരുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദിവസങ്ങളിൽ ചില ഹല്ലേലൂയ ഓ റിക്കോ റസി ഖാരാബ ചില വടിയുടെ തളർപ്പുകൾ ഹല്ലേലൂയ ഉദാന സേക്കോ റസ്യ പൂക്കുവാൻ, കായ്ക്കുവാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനായി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യെശയ്യാപ്രവചനം 53:8 പറയുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ എടുത്തോണ്ട് വന്ന കൊമ്പാണ് കർത്താവായ യേശു ക്രിസ്തു. He was cut off out of the land. ദൈവം തെരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ബദാം വൃക്ഷത്തെ നോക്കുമ്പോൾ ഈ വിന്റർ
വിന്റർ സീസൺ കഴിഞ്ഞാൽ ആദ്യം ഫലം കായ്ക്കുന്നത് ബദാം വൃക്ഷമാണ്. മറ്റു വൃക്ഷങ്ങളെക്കാളും ഏറ്റവും ആദ്യം ഫലം കായ്ക്കുന്നത് ഈ ബദാം വൃക്ഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ 17:20 തോന്നി ഇങ്ങനെ പറയുന്നത്, ഫസ്റ്റ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. സോ ക്രൈസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ദ ഡെഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:27 വായിക്കുമ്പോൾ, നീ എന്റെ പ്രാണനെ പാതാളത്തേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധരെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. ദ്രവത്വം കണ്ടില്ല. നമ്മുടെ കർത്താവ് ദ്രവത്വം കാണാതെ ഉയർക്കപ്പെട്ട കർത്താവാണ്. ഹല്ലേലൂയ. റോമാലേഖനം 6:9 നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 28 എല്ലാം നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കാണാം. ഹല്ലേലൂയ. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഹല്ലേലൂയ മീനിങ് ഹല്ലേലൂയ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആദ്യം ഇതിന്റെ ഡിവിനിറ്റിയെ കാണിക്കുന്നു. പുറപ്പാട് 25:31 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ആ സ്വർണ്ണക്കട്ടി ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയ അതിനെ പറയുന്നത് ദൈവത്തിന്റെ ഡിവിനിറ്റിയെ കാണിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണിക്കുന്നു, ഗ്ലോറിയെ കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശരീരം തകർക്കപ്പെട്ടു. he went through many sufferings, infirmities. ഹല്ലേലൂയ. he was crushed. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. for our transgressions. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ എന്റെ കർത്താവ് തകർക്കപ്പെട്ടു. രണ്ടാമത്തെ ആ മെനോറയുടെ പോർഷനാണ് സെൻട്രൽ ഷാഫ്റ്റ്. നമുക്കറിയാം അതിൽ 7 തണ്ടുകൾ കാണാം. അതിൽ നടുവിലുള്ള തണ്ട് ഉയർന്നാണ് ഇരിക്കുന്നത്, മറ്റേ തണ്ടുകൾ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, അത് കർത്താവ് ക്രൈസ്റ്റ് ഇസ് ദ സെന്റർ എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. ജീസസ് ഈസ് ഓൺലി ദ സോഴ്സ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ജീസസ് കർത്താവ് പറഞ്ഞു, ഐ ആം ദ വൈൻ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15:5 പറയുന്നു, ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലുള്ള സകലതും ആ ക്രിസ്തുവാകുന്ന തണ്ടിന്മേൽ അത്രേ വരുന്നത്. ഉദാഹരണ സന്ദർഭ ആ 6 ബ്രാഞ്ചസ് ഹല്ലേലൂയ എന്താണ് കാണിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് നോക്കുമ്പോൾ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ 3 ബ്രാഞ്ചസ് കാണും, റൈറ്റ് സൈഡിൽ 3 ബ്രാഞ്ചസ് കാണും. ഹല്ലേലൂയ. ദാറ്റ് മീൻസ് 6 എണ്ണം നമുക്ക് കാണാം. ഹല്ലേലൂയ. 6 എന്താണ് കാണിക്കുന്നത്? ഹല്ലേലൂയ. വിതൗട്ട് ദ സെന്റർ സ്റ്റെം. ഹല്ലേലൂയ. ഈ ബ്രാഞ്ചസ്, അതാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുരസ്യ, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സോ ബിലീവേഴ്സ് must remain connected to Christ. അതാണ് സെൻട്രൽ ഷാഫ്റ്റ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇനി 4 ആ 7 ലാംപ്സ് വിളക്കുകൾ എന്താണ് കാണിക്കുന്നത്? ആ 7 കംപ്ലീഷൻ, ദൈവത്തിന്റെ പെർഫെക്ഷനെ കാണിക്കുന്നു, ദൈവത്തിന്റെ ഫുൾനെസ്സിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഫുൾനെസ്സിനെ കാണിക്കുന്നു. ദൈവമക്കളെ, യെശയ്യാപ്രവചനം 11:2, ഞാൻ വേഗം പോട്ടെ, 11:2 നമ്മൾ നോക്കുമ്പോൾ അവിടെ 7 പരിശുദ്ധാത്മാവിന്റെ ആത്മാക്കളെ കുറിച്ച് പറയുന്നു. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ആത്മാവ്. 2 ജ്ഞാനത്തിന്റെ ആത്മാവ്. 3 അണ്ടർസ്റ്റാൻഡിംഗ് സ്പിരിറ്റ്. 4 കൗൺസിൽ, ആലോചനയുടെ ആത്മാവ്. 5 മൈറ്റി ഹല്ലേലൂയ ബലത്തിന്റെ ശക്തി. 6 നോളജ്, ജ്ഞാനത്തിന്റെ ആത്മാവ്. 7 യഹോവ ഭയം, ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ റെവലേഷൻ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കുമ്പോൾ ഈ 7 lamps of fire burning before the throne, ദൈവത്തിന്റെ ആ ത്രോണിന് മുന്നിൽ ഈ 7 വിളക്കുകളും നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. എന്താണ് ആൽമണ്ട് ബ്ലോസംസ് കാണിക്കുന്നത്? എന്താണ് ഈ ബദാം പൂക്കൾ എന്താണ് ബ്ലൂം കാണിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, the first tree to awaken after winter. ഹല്ലേലൂയ. റിസറക്ഷനെ കാണിക്കുന്നു. ദൈവത്തിന്റെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. God is watching over us. Hallelujah.
യെരമ്യാ പ്രവചനം നമ്മൾ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ യെരമ്യാവിനോട് പറയുന്നുണ്ട്, നീ എന്താണ് കാണുന്നത്? അപ്പൊ യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാനൊരു കൊമ്പ് കാണുന്നു. കർത്താവ് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുന്നു. അവിടെ ബദാം വൃക്ഷമാണ് ദൈവമക്കളെ നമ്മൾ കാണുന്നത്. 6-ാമത്തെ കാര്യം എന്താണ്? ഫ്ലവേഴ്സ്. ഈ ബഡ്സും ഫ്ലവേഴ്സും എന്താണ് കാണിക്കുന്നത്? അത് ഒരു ദൈവ പൈതലിന്റെ ആത്മീയ വളർച്ചയെ കാണിക്കുന്നു. നമ്മൾ ഹല്ലേലൂയ, നമ്മൾ മൊട്ടിടണം, നമ്മൾ പൂവിടണം. നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടണം. ഹല്ലേലൂയ. അതാണ് അവിടെ കാണിക്കുന്നത്. 7-ാമത്തെ കാര്യം ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ആണ് അതിൽ ഒഴിക്കുന്നത്. അതും ഹല്ലേലൂയ ചതച്ച് ക്രഷ് ചെയ്ത ഒലീവ്. That means hallelujah, Jesus was crushed for us. ആ ക്രഷ് ചെയ്ത ഓയിൽ ആണ് അവിടെ കാണിക്കുന്നത്. What it represents? It represents the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റ്മെന്റിനെ കാണിക്കുന്നു, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു, ദൈവത്തിന്റെ നിറത്തിൽ നിന്ന് ഒഴുകുന്ന സൗഖ്യത്തിന്റെ അനോയിന്റ്മെന്റിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ ഗെത്സമനേൽ കർത്താവ് ഹല്ലേലൂയ തന്റെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ട് ഹല്ലേലൂയ എന്നിട്ടും അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഹല്ലേലൂയോട് ക്ഷമിക്കണമേ. അവിടെ ആ ഗെത്സമനയുടെ മീനിങ് ഓയിൽ പ്രസ് എന്നാണ്. ഹല്ലേലൂയ. So Jesus was spiritually crushed before the cross. 8-ാമത്തെ കാര്യം നമുക്കവിടെ കാണാം, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഫയർ. ഹല്ലേലൂയ. നമ്മളാകുന്ന വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം. ലേവ്യ പുസ്തകം 24:2 കർത്താവ് പറയുന്ന, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലീവ് എണ്ണ എന്റെ അടുക്കൽ കൊണ്ടുവരണം. ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് നമ്മുടെ വചനം അനുസരിച്ച് ദൈവത്തിന് സുഗ്രാവ്യാഗമായി യാഗപീഠത്തിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി ഹല്ലേലൂയ നമ്മളിൽ ഒഴുകുന്ന ജീവിതത്തെ കാണിക്കുന്നു. കണ്ടിന്യൂസ് പ്രേയറിനെ കാണിക്കുന്നു. അന്യഭാഷയിലുള്ള നിരന്തരമായ പ്രാർത്ഥന, ആത്മാവിലുള്ള വർഷിപ്പ്, ദൈവത്തോടുള്ള നിരന്തരമായ ഫെലോഷിപ്പിനെ കാണിക്കുന്നു. അത് ഹല്ലേലൂയ. മാർച്ച് നമ്മുടെ ഈ ഫയർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കർത്താവിന്റെ വലിയ കവോദ്, ദൈവത്തിന്റെ വലിയ പ്രസൻസ് കാണിക്കുന്നു, ദൈവത്തിന്റെ സീൽ കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിനോടുള്ള എരിവിനെ കാണിക്കുന്നു. 4-ാം ഭാഷയ്ക്കോ റസ്യ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ എരിവോടെ ദൈവസന്നിധിയിൽ നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന ജ്യോതിസായി തീർണം. വിശ്വാസത്തിൽ, പ്രമാണത്തിൽ, വിശുദ്ധിയിൽ, അതുറസ്യ വേർപാടിൽ. ഹല്ലേലൂയ. പിന്നെ 9 നമ്മൾ കാണുന്ന ടോങ്സ് ആൻഡ് ട്രീസ്. അതിൽ ആ തിരികൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പുരോഹിതന്മാരിടും. കാര്യം അത് അതിലെ കുറെ കത്തി എരിയുമ്പോൾ നമുക്കറിയാം, ഒരു വിളക്ക് കത്തിച്ച് കുറെ കഴിയുമ്പോൾ എണ്ണ തീരാറാകുമ്പോൾ അത് കരിന്തിരിയായിട്ട് വരും. അത് വരാതിരിക്കണമെങ്കിൽ നിരന്തരം അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ആ കരിന്തിരി വരുമ്പോൾ കർത്താവ് അതിനെ വെട്ടിക്കളയും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം നമുക്കറിയാം, കർത്താവ് കൊമ്പുകളെ വെട്ടിവിടും. എന്തിനാണ്? അധികം ഫലം കായ്ക്കാൻ. നമ്മുടെ പ്രൈഡ്, നമ്മുടെ ഫ്ലഷ്ലി, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പാപങ്ങൾ, ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങൾ, നമ്മുടെ പ്രൈഡ്, ഹല്ലേലൂയ, ഇതെല്ലാം അതിനെ കാണിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവ് കട്ട് ചെയ്ത് വിടുമ്പോൾ നമ്മുടെ കറക്ഷനെ കാണിക്കുന്നു, അത് സാന്റിഫിക്കേഷനെ കാണിക്കുന്നു, നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻ. ദൈവത്തിന്റെ വചനം വിട്ട് ദൈവത്തിന്റെ ആ പർപ്പസ് പ്ലാനിൽ നിന്ന് നീങ്ങി പോകുന്ന ഒരു ദൈവവേദല്ലേ കർത്താവ് വീണ്ടും കട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് കർത്താവ് വീണ്ടും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരിച്ച് ആ ദൈവവേദല്ലേ കൊണ്ടുവരുന്നു. 10-ാമത്തെ കാര്യം, the light. ഹല്ലേലൂയ. നമ്മൾ ആ സമാഗമന കൂടാരത്തിൽ കാണുമ്പോൾ അവിടെ ഹല്ലേലൂയ ഇരുട്ടാണ്, അവിടെ വെളിച്ചം കൊടുക്കുന്നത് ഈ ലാംപ് സ്റ്റാൻഡ് മെനോറയാണ്. ഹല്ലേലൂയ. The menorah was the only light inside the hallelujah
holy place. ആ ലാൻഡ് സ്റ്റാൻഡ് അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇരുട്ടാണ്. ഹല്ലേലൂയ. സോ എന്താണ് ഇത് കാണിക്കുന്നത് മക്കളെ? ഹല്ലേലൂയ. This points to Christ as the light of the world. ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ മേൽ കർത്താവ് കത്തിച്ചു. നമ്മളിനി ലോകത്തിന്റെ വെളിച്ചമായി തീരണം. നമ്മുടെ സഭ should shine in the darkness. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ ഇരുട്ടിൽ കിടക്കുന്ന ഈ ലോകത്തെ ഹല്ലേലൂയ സഭ വെളിച്ചമായി ജ്വലിക്കണം. ഹല്ലേലൂയ. ഓരോ ദൈവ പൈതലും ഹല്ലേലൂയ ഗ്ലോറി കാരിയേഴ്സ് ആയി മാറണം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ പറയാം, the light of the world. കർത്താവ് 5:14 you are the light of the world. hallelujah. so hallelujah എപ്പോഴും നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഒരു വെളിച്ചമായി കർത്താവ് വിളക്കുകളായി ഒരു മെനോറയായി നമ്മൾ ഓരോരുത്തരും തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യ നിർമ്മിതമായ വിളക്കുകളെല്ലാം ദൈവമക്കളെ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും. പക്ഷേ പരിശുദ്ധാത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്നവൻ നമ്മൾ എപ്പോഴും ഹല്ലേലൂയ 24/7 we should hallelujah we should hallelujah like this God's glory. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് പ്രാർത്ഥനയിലൂടെ സ്തോത്രത്തോടെ ഹല്ലേലൂയ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിക്കുന്ന ജോസിസുകളായി നമ്മൾ ഓരോരുത്തരും തീരുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ല, പുറപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാ സ്വർഗത്തിലെ കർത്താവ് എന്തുകൊണ്ട് മെനോറ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ റീസൺ എല്ലാം പുതിയ നിയമത്തിന്റെ ഹല്ലേലൂയ നിഴലായിരുന്നു. ഹല്ലേലൂയ പുതിയ നിയമത്തിലെ ക്രിസ്തു ആകുന്ന വെളിച്ചം ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും കത്തി ജ്വലിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കരിന്തിരികളെ എല്ലാം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കട്ട് ചെയ്ത് മാറ്റട്ടെ. നമ്മളെല്ലാം ആളിക്കത്തുന്ന തീജ്വാലകളായി മാറുവാൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ വന്നല്ലോ, കർത്താവിന്റെ ദാസന്റെ കൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. കർത്താവേ ഇന്ന് ഈ വചനം കേട്ടവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ. കർത്താവേ ഞങ്ങളുടെ കരിന്തിരികളെ കർത്താവ് വെട്ടി മാറ്റണമേ. ഞങ്ങളുടെ കൊമ്പുകളെ വെട്ടി ഹല്ലേലൂയ പ്രൈഡ് ഞങ്ങളുടെ ഫ്ലഷ്ലി ക്യാരക്ടർ ഒളിഞ്ഞു കിടക്കുന്ന ഗലാത്യലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്ന ജഡത്തിന്റെ മോഹങ്ങൾ ഇച്ഛകൾ ഹല്ലേലൂയ വചനത്തിന് വിരോധം ഞങ്ങൾ വ്യാപരിക്കുന്ന സകലത്തെ ഇന്ന് രാത്രി വെട്ടിമാറ്റി പരിശുദ്ധാത്മാവിന്റെ പുതിയൊരളവിൽ പുതിയൊരു അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വശങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കായി ഞങ്ങളുടെ അഭിഷേകത്തെ ഞങ്ങളെ നിറച്ചിരിക്കായി സ്തോത്രം. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനയെ പറ്റി കിട്ടിയ കൃപയ്ക്കായി സ്തോത്രം.